എങ്ങനെയുണ്ടപ്പോ നമ്മുടെ കണ്ണൂര്? ഇടയ്ക്കൊക്കെ പുറത്തിറങ്ങണം, എന്നാലേ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റൂ. മാധവിക്കുട്ടി എല്ലാവർക്കും ഇഷ്ടം, പക്ഷേ നമ്മുടെ വീട്ടിലൊരു മാധവിക്കുട്ടി ഉണ്ടാവാൻ ആരും ആഗ്രഹിക്കില്ല. മാധവിക്കുട്ടിയാ? അതാരണപ്പാ. കൃഷ്ണ, എന്താടി? അത് ഞങ്ങള് എന്റെ വീട്ടിൽ കയറി. കേറി പൊടിയാത്. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? കച്ചറാക്കി തോന്നുന്നു. എന്താണ് പ്രശ്നം? നിങ്ങളിങ്ങനെ കലമ്പാണ്ട് കാര്യം പറയാട്ടോ. ഇവൻ എന്റെ ഡയനെ കയറി പിടിച്ചു. ഒരോളെ കയറി പിടിച്ചു. തന്റെ മോൻ എന്റെ മോനെ പോലെ അല്ലടാ ഞാൻ അവനെ കണ്ടത്. പറയാൻ കൃഷ്ണ, ഇയാള് പറഞ്ഞ സത്യമാണോ? എടാ നിന്നോടാണ് ചോദിക്കണേ ഇയാള് പറഞ്ഞ സത്യമാണോന്ന്. എടാ നിന്നോടാണ് ചോദിക്കണേ ഇയാള് പറഞ്ഞ സത്യമാണോന്ന്. എടാ നിന്നോടാണ് ചോദിക്കുന്നത്. എന്റെ നാടോ ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് വയലിറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ നിന്നെ കൊണ്ട്. ആർക്കാണ് നല്ലത്? ഏത് സെബസ്റ്റ്യ, ഞാൻ നിന്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാ. സെബസ്റ്റ്യ, ഞാൻ പറയണ കേക്ക്. ദയവേത് പോലീസിൽ പറയരുത്. ദയവേത് പോലീസിൽ പറഞ്ഞ അതിന്റെ മോനെ ഇമാതിരി പണി കാണിച്ചിട്ട് മറ്റടുത്ത് വർത്താനം പറയല്ലോ കേട്ടോ. ഞാൻ വിളിച്ചിട്ടാവാൻ വന്നത്. ഞാൻ അവനെ വിളിച്ചു വരുത്തിയത് എന്തിനു ചോദിക്കണ്ടെങ്കിൽ എന്നോട് ചോദിക്കേ. അല്ലാതെ അവനോടല്ല. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അവനെ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ടാവാൻ വന്നത്. അച്ഛായ, ഞാൻ അവനെ വിളിച്ചത്. ചേച്ചിയാള് കൊള്ളാലോ. അപ്പൊ ശരിക്കും പറഞ്ഞ അച്ഛൻ ഒരു കുടുംബം കലക്കി.
ചിലപ്പോൾ അവർ തമ്മിൽ കൂടുതൽ മനസ്സിലാക്കാൻ ഞാനൊരു നിമിത്തമായതാണെങ്കിലോ. കൃഷ്ണേട്ടാ, ഇനിയുണ്ടോ ഇതുപോലെയുള്ള വീരസാഹസിക കഥകൾ?